ഹലോ മൈ വ്യൂവേഴ്സ്, ഐ ആം യുവർ മാൻ ഉമർ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വൺ പീസിൻ്റെ എൽബ ഫാർക്കിൽ ആരായിരിക്കും MVP എന്നൊരു ഗസ് ചെയ്യലാണ്. അതായത് ഇപ്പോൾ ഇത്ര നടന്ന എപ്പിസോഡ് വെച്ചിട്ട് ഇനി ബാക്കിയുള്ള എപ്പിസോഡ് ഉൾപ്പെടെ ആരായിരിക്കും MVP എന്ന് ഞാൻ ഒരു ഗസ് ചെയ്യലാണ്. ഇപ്പോൾ എല്ലാവർക്കും ഒരു ഐഡിയ ഉണ്ടാകും, കാരണം ഇത്ര എപ്പിസോഡ് ഓൾറെഡി ഇറങ്ങിയേക്കുന്നതുകൊണ്ട് ആരായിരിക്കും MVP ആവാൻ സാധ്യതയെന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെയും എൻ്റെയും ഇതേവരെയുള്ള ഗസ്സിൽ ഒരാൾ തന്നെയാണ് വന്നേക്കണേന്ന്. അപ്പോൾ ശരിക്കും ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് കുറച്ചേരം ഇരുന്ന് ആലോചിച്ചു, കാരണം ഇങ്ങനത്തെ ഒരു കണ്ടന്റ് ചെയ്യാനാണ്. കാരണം ഈ ശരിക്കും പറയുകയാണെങ്കിൽ എൽബ ഫാർക്കിൽ ഒരു MVP പറയാൻ ബുദ്ധിമുട്ടാണ്. കാരണം അത്രയും OP ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ് നമ്മുടെ എൽബ ഫാർക്കിൽ വന്നു പോയേക്കണം. കാരണം ഒരുപാട് ബാക്ക് സ്റ്റോറീസ് കാര്യങ്ങൾ നടന്നേക്കുന്നതാണെങ്കിലും ഇപ്പോൾ പേരെടുത്ത് പറയാനാണെങ്കിൽ റോക്ക് ഡി സബക്ക്, നമ്മുടെ ഗാർപ്പ്, റോജർ, പിന്നെ ലോക്കി, പിന്നെ ലോക്കിയുടെ അച്ഛൻ ഹാരോൾഡ്, പിന്നെ ലൂഫിയുടെ ഒന്നും പേര് ഞാൻ പറയാത്തതെന്ന് വെച്ചാൽ ലൂഫിക്ക് അങ്ങനെ മൊമെൻറ്റ്സ് ഇതേവരെ വന്നിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ ഗസ്സിൽ ഉണ്ട്, ലൂഫി ഉണ്ട്, പക്ഷേ ലൂഫി ആണെന്നല്ല പറയണം, ലൂഫി ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഞാനിപ്പോൾ പേര് മിസ്സായി പോയിട്ടുണ്ടാകും, കാരണം അത്രത്തോളം ക്യാരക്ടേഴ്സാണ് വന്ന് പോയേക്കണം. ഒരുപാട് നല്ല നല്ല മൊമെൻറ്റ്സ് ഇതേവരെ ഇറങ്ങിയ എപ്പിസോഡിലും ഇനി വരാൻ സാധ്യത ഉള്ളതിലും ഒരുപാട് പേർക്കുണ്ട്. കാരണം ഒരുപാട് പേർക്ക് നല്ല നല്ല മൊമെൻറ്റ്സ്, നല്ല ഫൈറ്റ്സ്, നല്ല സീൻസ്, നല്ല ഓടിയുടെ ഫൈറ്റിങ്ങിൽ ഒരുപാട് പേർക്ക് നല്ലൊരു വന്നിട്ടുണ്ട്. അപ്പോൾ ആരായിരിക്കും MVP എന്ന് പറയാനൊരു കുറച്ച് ഞാൻ വേണ്ടത് ചിന്തിച്ച് പറയാനാണ്. കാരണം അമ്മാതിരിയാണ് ഓരോ ക്യാരക്ടേഴ്സിനും ഓരോ റൈറ്റ് ചെയ്ത് വെച്ചേക്കണം. നമ്മുടെ സീസൺ 2 തുടങ്ങുമ്പോൾ തന്നെ ആർക്ക് ഇറ്റ്സ് ഗോണ ബി ഫയർ ഗൈസ്. അമ്മാതിരി ആർക്കാണ് നമ്മുടെ എപ്പിസോഡ് ഇറങ്ങുമ്പോൾ മാങ്കയാണെങ്കിലും വെറുതെ അടിപൊളിയാണ്. കാരണം വെറുതെ വെയിറ്റ് ആയിരിക്കും, കാരണം അമ്മാതിരി കാര്യങ്ങളാണ് മാങ്കയിൽ നടന്നുകൊണ്ടിരിക്കണം. മാങ്ക വായിക്കുന്ന ആൾക്കാണെങ്കിൽ മനസ്സിലാവും. അപ്പോൾ ഞാൻ എൻ്റെ MVP ആരായിരിക്കും എന്ന് പറയാം. അപ്പോൾ നിങ്ങൾ എല്ലാവരും പലരും ഓൾറെഡി അവർക്ക് അറിയായിരിക്കും, വേറെ ആരുമല്ല. ഞാൻ വിചാരിക്കുന്നത് നമ്മുടെ എൽബ ഫാർക്ക് കഴിയുമ്പോൾ MVP ആവാൻ പോണത് ഇറ്റ്സ് നൺ അതർ ദാൻ ദ കേഴ്സ്ഡ് പ്രിൻസ് ലോക്കി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി മാങ്ക വായിക്കുന്നവർക്ക് അറിയാം, ലോക്കിയുടെ ക്യാരക്ടർ സെറ്റ് ചെയ്ത് കൂടെ വെച്ചേക്കുന്നതും ഇനി ലോക്കിക്ക് ഇപ്പോൾ വന്ന് നിന്നേക്കുന്നതും ഇനി എന്തായിരിക്കും ലോക്കി ചെയ്യാൻ പോകുന്നതും ഒക്കെ നോക്കുമ്പോൾ ലോക്കി ആവാനാണ് സാധ്യത. അവിടെ സബക്ക് അല്ലെങ്കിൽ ഹാരാൾഡ് ഒക്കെ നല്ല നല്ല മൊമെൻറ്റ്സ് ഉണ്ടെങ്കിൽ പോലും എനിക്ക് തോന്നുന്നത് ഇനി മുമ്പോട്ട് പോകുമ്പോൾ ഈ ആർക്ക് കഴിയുമ്പോൾ ലോക്കി ആയിരിക്കും MVP. കാരണം പുള്ളിക്ക് ഇത് കിട്ടേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നണേ. കാരണം അങ്ങനെയാണ് എൽബാഫിൽ പുള്ളിക്ക് ഇത് ആവശ്യമാണ്. പുള്ളിക്ക് ഈ വിജയം, അല്ലെങ്കിൽ പുള്ളി MVP ആവാം, അല്ലെങ്കിൽ പുള്ളി ആയിരിക്കണം ഈ ഫൈറ്റിൽ ഏറ്റവും നേതൃത്വം കൊടുക്കേണ്ടതെന്ന് ഇതിൻ്റെ ഒരു ആവശ്യകത അവിടെ ഉണ്ട്. കാരണം ചെറുപ്പത്തിൽ പുള്ളി കുസൃതി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ആൾക്കാർ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിലും പുള്ളി വളർന്നു വന്ന സാഹചര്യം നമ്മുടെ മാങ്ക വായിച്ചവർക്ക് അറിയാം. ചെറുപ്പത്തിൽ അമ്മ വേണ്ടാന്ന് പറഞ്ഞാൽ നമ്മുടെ സാഞ്ചിയുടെ അവിടെ അച്ഛനെ വേണ്ടാന്ന് പറഞ്ഞെങ്കിൽ ഇവിടെ ലോക്കിനെ വേണ്ടാന്ന് പറഞ്ഞത് അമ്മയാണ്. അപ്പോൾ അണ്ടർവേൾഡിലേക്ക് ഇറങ്ങുന്നതും അവിടെ നിന്ന് വളർന്നു വന്നതും പുള്ളി ഇപ്പം അച്ഛനെ കൊന്നെന്നും പറഞ്ഞ് കേസ് ഡിഫൻസ് എന്ത് വന്നാലും ശാപം അവൻ്റെ പേരിലിട്ടതും. അപ്പോൾ അവൻ എൽബാഫിനെ രക്ഷപ്പെടുത്തണം, അവനായിരിക്കണം MVP എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. എന്തായാലും ലൂഫിക്ക് എന്തായാലും മൊമെൻറ്റ്സ് ഉണ്ടാവും. ഞാൻ നേരത്തെ ലൂഫിയുടെ പറയാമെന്ന് പറഞ്ഞതല്ല. ലൂഫിക്ക് നമുക്കറിയാമല്ലോ, ലൂഫിക്ക് എങ്ങനെ വന്നാലും പുള്ളിയാണ് നമ്മുടെ മെയിൻ ഹീറോ, എൻ്റെ ഫേവറേറ്റ് ആണ്. അപ്പോൾ ലൂഫിക്ക് എന്തായാലും നല്ല മൊമെൻറ്റ്സ് ഉണ്ടാവും. ലൂഫിയുടെ പവറിൽ അപ്ഗ്രേഡേഷൻ ഉണ്ടാവും. കാരണം ഹോളി നൈറ്റ്സിനെ ഫൈറ്റ് ചെയ്യണമെങ്കിൽ എങ്ങനെ വന്നാലും ലൂഫിയുടെ അപ്ഗ്രേഡ് ആവണമല്ലോ. കോൺഗ്രസ്സൊക്കെ ഒന്നും കൂടി അപ്ഗ്രേഡ് ആവും. പിന്നെ ഒരുപാട് പേർക്ക് നല്ല നല്ല മൊമെൻറ്റ്സ് ഉണ്ടാവും. പക്ഷേ അൾട്ടിമേറ്റ് വരുമ്പോൾ എനിക്ക് തോന്നുന്നത് ലോക്കി ആയിരിക്കും. ലോക്കി ആവണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് എൻ്റെ മിസ്റ്റേക്ക് ആണോ എന്ന് അറിയാൻ പാടില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയാം. കാരണം ഞാൻ ഇപ്പോഴാണ് മാങ്കയൊക്കെ വായിച്ച് തുടങ്ങിയിട്ടുള്ളൂ, ഈ കണ്ടന്റിലേക്കും ഇറങ്ങിയിട്ട് അധികം ആയിട്ടില്ല. അപ്പോൾ ഒരുപാട് മിസ്റ്റേക്ക് എൻ്റെ വരാൻ സാധ്യതയുണ്ട്. ഞാൻ കാണുന്ന പെർസ്പെക്റ്റീവിലായിരിക്കില്ല വേറെ ആൾക്കാർ കാണണം. പലർക്കും പല അഭിപ്രായമായിരിക്കും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റിൽ പറയാം. പിന്നെ ഞാൻ ഇതിൽ ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കേണ്ടത്, അതായത് നമ്മുടെ എൽബ ഫാർക്ക്, ഐ തിങ്ക് എൽബ ഫാർക്ക് ഈസ് ഗോയിങ് ടു ബി
ടോപ്പ് 3 വരാൻ പോകുന്ന ആൾക്കാർക്കും ഞാൻ എന്തായാലും വിശ്വസിക്കുന്നുണ്ട്. കാരണം എൽബാഫാർക്ക് ഇതേവരെ വന്നേക്കുന്ന സ്റ്റോറി ആണെങ്കിലും മൊത്തത്തിൽ നമ്മളെ ഗോഡ് വാലി ഇൻസിഡൻ്റ് ആയാലും ഡോഗ്ബി സെബക്ക ആയാലും ഹെറാൾഡ്, ഞാൻ ഓൾറെഡി പറഞ്ഞ നെയിംസാണ്, അവരുടെ ബാക്ക് സ്റ്റോറീസ് ആണെങ്കിലും എല്ലാം കൊണ്ടും ഐ തിങ്ക് ടോപ്പ് 1 അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ 3 ടോപ്പ് 3 ഏത് പൊസിഷനിൽ വരാൻ വേണ്ടി സാധ്യതയുണ്ട്. കാരണം സീസൺ 2 തുടങ്ങുന്നത് തന്നെ എൻ്റെ അഭിപ്രായത്തിൽ OG ആയിട്ടുള്ള ഒരു ആർക്ക് വെച്ചിട്ടാണ്. ഇറ്റ്സ് എൽബാഫാർക്ക്. പിന്നെ പറയുകയാണെങ്കിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ആർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാനോയും പിന്നെ മറൈൻ ഫോർഡും ആട്ടോ. അപ്പം ഞാൻ വിശ്വസിക്കുന്നത് എൽബാഫാർക്ക് ഈ ഇതിൻ്റെ രണ്ടിൻ്റെ ഒപ്പം തന്നെ ഒപ്പം ഉണ്ടാവുകയും ചെയ്യും. എൻ്റെ ഫേവറേറ്റിലേക്ക് മത്സരിക്കാനുണ്ടാവും സ്ഥാനം മാറാൻ വേണ്ടി. കാരണം ഇതേവരെ വന്നേക്കുന്നതനുസരിച്ച് നമുക്കൊരു എപ്പിസോഡ് വരുമ്പോഴായിരിക്കും നമുക്ക് എത്രത്തോളം ആ ഫീല് കിട്ടും, ഏതിലേക്ക് വരുന്നു ഉറപ്പിക്കാൻ പറ്റണം. കാരണം നമ്മൾ മാങ്ക വായിക്കണമല്ലോ, ഇത്ര നാളും ഞാൻ മാങ്ക വായിച്ചിട്ടില്ല, വീഡിയോസ് എപ്പിസോഡ്സാണ് കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് വരാൻ പോകണേന്ന്. പിന്നെ ഞാൻ ഇതിലൊരു കണ്ടന്റ് കൂടി പെട്ടെന്ന് ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചത്, അതായത് നമ്മുടെ ഏപ്രിലിൽ ഓൾറെഡി വൺ പീസ് വരുമെന്ന് പറഞ്ഞപ്പോൾ ക്രഞ്ചി ബോളിലായിരിക്കും വൺ പീസ് സ്ട്രീം ചെയ്യുന്നത്. അവർ ബോളിൽ ഏപ്രിൽ 4 ഏപ്രിൽ 5 ആയിരിക്കും നമ്മുടെ വൺ പീസ് സ്ട്രീം ചെയ്ത് തുടങ്ങണം. ഇനി അധികം മാസമില്ല, 1.5 മാസം 2 മാസത്തിൻ്റെ അടുത്തുള്ള നമ്മുടെ വെയിറ്റ് ഓവർ ചെയ്യാൻ പോകുന്നതാണ്. എന്തായാലും വെറുത്തത് വെയിറ്റ് ആയിരിക്കും. കാരണം അമ്മാതിരി മാങ്ക വായിക്കാത്തവരാണ് ഞാൻ, നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നു. അമ്മാതിരി സാധനമാണ് വന്ന. ഇറ്റ്സ് ഗോണ ബി എ ഫയർ. കാരണം ഒരുപാട് സർപ്രൈസസ് ഉണ്ട്. അമ്മാതിരിയാണ് ഓടെ നമ്മുടെ റൈറ്റിങ് ഒന്നുകൂടി മെയിൻ സ്റ്റോറിയിലേക്ക് എത്തിയിട്ടുണ്ട്. അത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഹോളി നൈറ്റ്സ് മൂവ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഡ്രാഗനെ കാണിച്ച് പിന്നെ ഗോഡ് വാലി ഇൻസിഡൻസ് കാണിച്ചിട്ടുണ്ട്. ഇറ്റ്സ് ഗോണ ബി ഫയർ ഗൈസ്, ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ 3 കണ്ടന്റാണ് ഉൾപ്പെടുത്തിയേക്കുന്നത്. ഒന്നുകൂടി ഞാൻ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം എൻ്റെ MVP, ഐ തിങ്ക് ലോക്കി ഇസ് ഗോണ ബി MVP. പിന്നെ ഈ ആർക്ക് എങ്ങനെ വന്നാലും എനിക്ക് തോന്നുന്നത് ടോപ്പ് 3 ഉണ്ടാവും. ചിലപ്പോൾ എൻ്റെ ഫേവറേറ്റിൽ എന്തായാലും ഈ ടോപ്പ് 3 മത്സരിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം അത്രത്തോളം ഉണ്ട് ഇതിൻ്റെ റൈറ്റിങ്, ഇതിൻ്റെ പ്ലോട്ട്. പിന്നെ മൂന്നാമത്തെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ക്രഞ്ചി ബോളിൽ ഏപ്രിൽ 5 നമ്മുടെ എൽബാഫാർക്ക് സ്പിൻ ചെയ്യും. അപ്പോൾ അത്രയും നമ്മൾ ഈ കണ്ടന്റ്. നിങ്ങൾക്ക് എന്തെങ്കിലും എൻ്റെ വീഡിയോസ് എന്താണ് ഇമ്പ്രൂവ് ചെയ്യേണ്ട, എന്തൊക്കെയാണ് നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്തേണ്ട, നിങ്ങളുടെ സജഷൻസ് ഈ വീഡിയോയിൽ പറയാം. അപ്പോൾ വീഡിയോയുടെ അടിയിൽ കമൻറ്റിൽ പറയാം. അപ്പോൾ അത്രയുള്ള വീഡിയോ. താങ്ക് യു, ബൈ.